നമ്മൾ അന്ധകരണങ്ങളെയും ബാഹ്യകരണങ്ങളെയും മനോബുദ്ധി അഹങ്കാരത്തെയൊക്കെ പൂർണ്ണമായും ശുദ്ധമായി ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന ബോധത്തിൽ എങ്ങനെയാണോ അമൃതവർഷം ഉണ്ടാവുന്നത്, ആ അമൃതത്തെ വർഷം അനുഭവപ്പെടുന്ന രീതിയിൽ അരുൺ പ്രഭാർജിയും ഗായത്രി ഗുരുവും നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തന്നു. എല്ലാ ദിവസവും രാവിലെ സ്നാനമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ വളരെ അമൂല്യമായി കിട്ടുന്ന ഒരു അവസരമാണ്. കോടി ജന്മ പുണ്യം ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പുണ്യസ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനത്തിൽ കൂടി തന്നെ നമ്മുടെ ജന്മാന്തരമായി ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതായി നമ്മൾക്ക് ശ്രേയസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഈ കുംഭമേളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും സ്നാനം തന്നെയാണ്. കാരണം ജലത്തിന്, പുണ്യജലത്തിന് മന്ത്രത്തോടുകൂടി ജലത്തെ സ്ഥിരത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് അമൃതമായി മാറും. അത് നമ്മളെ സകല ദുരിതത്തെയും സകല രോഗത്തെയും ഒക്കെ മാറ്റാൻ കഴിവുള്ളതാണ്. വരും ദിവസങ്ങളിലും ഇതുപോലെ സ്നാനം ഉണ്ടാവും. മഹാസന്യാസിമാരുടെ സാധകരുടെ ഇടയിലാണ് നമ്മൾ സ്നാനം ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു സാധനയുടെ ഫലവും നമ്മൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. എന്തായാലും വലിയ പുണ്യമാണ് നമ്മളൊക്കെ ചെയ്തത്, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ചെയ്തത്. നമുക്കിതുപോലെ നമ്മളെ നാട്ടിൽ ഇതുപോലെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്തായാലും അതിനൊക്കെ നമുക്ക് വലിയ നന്ദിയുള്ളത് മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതി സ്വാമികളോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ആശയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ പ്രയാഗരാജ് കുംഭമേളയ്ക്ക് നെടുനായകത്വം വഹിച്ചത്. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റണം എന്നുള്ള നിലയ്ക്കാണ് അവിടെ കാശിയിലുള്ള ആരതി മുതൽ സ്നാനം മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായി നടക്കുന്നത്. കേരളം അതിനെ ഏറ്റെടുത്തു. നമുക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലായി. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ വൈകുന്നേരം ആരതിക്ക് വരുന്നുണ്ട്. അത് വലിയൊരു കേരളത്തിന്റെ ഒരു പുതിയ മുഖച്ഛായയാണ്. ആധ്യാത്മിക കേരളം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് കേരളം എത്തിയെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ ജാതി വ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒന്നായി സനാതന ധർമ്മത്തെ സ്വീകരിക്കുകയും ഞങ്ങളൊക്കെ സനാതന ധർമ്മത്തിലാണ്, ഞങ്ങൾ ഹിന്ദുവാണ് എന്ന് പറയാൻ കാണിക്കുന്ന ആർജവും അതൊരു കേരളത്തിന്റെ അടുത്ത തലത്തിലേക്കുള്ള അല്ലെങ്കിൽ വലിയൊരു ഉണർന്ന കേരളം, കുറച്ചുകൂടി ഒരു തേജസ്സുള്ള, വിശ്വാസമുള്ള, വളരെ അഭിമാന ബോധം ഇവിടുത്തെ ഓരോ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് ഉയരുന്ന ഒരു പദ്ധതിയാണ് കുംഭമേള. വരും ദിവസങ്ങളും സ്നാനം ഉണ്ടാവും, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാവരും ഇവിടെ രാവിലെ സ്നാനത്തിന് വന്നു ചേരുക, പറ്റുന്നത് പോലെ പങ്കെടുക്കുക, എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുക എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഈ ഒരു സ്നാനത്തിന് നേതൃത്വം കൊടുത്ത ഗായത്രി ഗുരുവത്തിനും അരുൺ പ്രഭാർജിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, ഇവിടെ സ്നാനം ചെയ്ത എല്ലാവർക്കും ത്രിമൂർത്തികളുടെ മഹാദുർസുന്ദരിയുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ദേ ഗുരുപരമ്പര.